നമുക്കെല്ലാവർക്കും രാവിലെ ഒരു ഭയങ്കര ഇതായിരിക്കും. എന്തുവാ ഒരാലോചന, എന്തോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, ദോശമാവ് അരച്ചതൊന്നും ഇരിപ്പില്ല, എന്തോ ഉണ്ടാക്കുന്നത് നമ്മളെല്ലാവരും ഇങ്ങനെ ആലോചിക്കും. ഈ ആലോചിക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ്. അത് പറയുമ്പോൾ എനിക്കൊരു ഓർമ്മ വരുന്നുണ്ട്. നമ്മൾ പണ്ട് സ്കൂളിൽ, നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഞാൻ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ 50-60 ഇയറിലൊക്കെ ആ റേഞ്ചിലൊക്കെ ഉണ്ടായവർക്കൊക്കെ അറിയാം. നമ്മുടെ സ്കൂളിലൊക്കെ ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എനിക്കൊരു അഭിമാനമാണ്. നമ്മൾ സ്കൂളിന് ഉപ്പുമാവ് കഴിച്ചെന്ന് പറയുമ്പോൾ നാണക്കേടൊന്നുമില്ല. നല്ല ഒരു 12 മണിയാകുമ്പോൾ എന്തോ മണമെന്നറിയാം. അവിടെ ഈ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതുണ്ടാക്കുമ്പോൾ ആ ഓർമ്മയാണ്. ആ മണം ഇപ്പോൾ വരുന്നില്ല കേട്ടോ. ഇതൊക്കെ പറഞ്ഞാൽ ആ മണം വരുന്നില്ല. അതെന്തോന്ന് അറിയത്തില്ല. ആ ഒരു ഉപ്പുമാവ് നല്ല ഹെൽത്തിയാണ്, പെട്ടെന്നുണ്ടാക്കാം, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്. നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഒന്ന് കഴിച്ച് നോക്കാം. എല്ലാവരും ഉണ്ടാക്കാം. അതിന് വേണ്ടി ഈ ഗോതമ്പ് റവ, നുറുക്ക് ഗോതമ്പില്ലേ, ഈ ഗോതമ്പ് റവ ഞാൻ ഈ ഗ്ലാസ്സിന് എടുക്കുന്നത്. പിന്നെ 2 വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 1.5 ക്യാരറ്റ്, ഇച്ചിരി കരിവേപ്പില, ഒരു തുണ്ട് ഇഞ്ചി, ഇച്ചിരി പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് ബീൻസ്. പിന്നെ നമുക്ക് ഈ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഇടാം. ഫ്രോസൺ അല്ലാത്ത ഗ്രീൻ പീസ് വേവിച്ചോ ഇടാം. അത് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഈ ഗ്ലാസ് നമുക്ക് അളന്നെടുക്കണം. പിന്നെ വെള്ളം, ഉപ്പ്, മറ്റു കാര്യങ്ങൾ, കടുക്, ജീരകം അതെല്ലാം വേണം. അത് ഞാൻ ഇടുമ്പം കാണിക്കാം. നമ്മളിതൊരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കുക്കർ വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്യുന്നതാണ് നല്ലത്. ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എപ്പോഴും വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്യുന്നതാണ് നല്ലത്. ഒരു ശകലം കടുക്, നമ്മൾ സാധാരണ കടുക് പൊട്ടിക്കുന്നത്, ഇച്ചിരി കടുക് ഇട്ടു. ഇച്ചിരി ഉഴുന്നമ്പരിപ്പ്, ഇച്ചിരി ഉഴുന്നമ്പരിപ്പ് നല്ലതാണ്. നമ്മുടെ ഇല്ലേ ഉഴുന്ന്, ഒരു സ്പൂൺ ഉഴുന്നിട്ടു. കുറച്ച് കടലപ്പരിപ്പ് ഇട്ടു. ഒരു 3 ജീരകം, ഇത്ര ഒരു ജീരകം. ഇതെല്ലാം കൂടി നല്ലതായിട്ട് പൊട്ടണം. അതെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പം ആദ്യം നമ്മൾ അരിഞ്ഞ് വെച്ച് ഇഞ്ചി അങ്ങോട്ട് ഇട്ടു. ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് മാറണം. പച്ചമണം ഒന്ന് മാറിയിട്ട് കരിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു. അതൊന്ന് മൂത്തപ്പം നമ്മുടെ സവാള അരിഞ്ഞതിനകത്തിട്ടു. ആ സവാള എളുപ്പം മൂത്ത് കിട്ടാൻ വേണ്ടി ഇച്ചിരി ഉപ്പ്, കുറച്ച് ഉപ്പ് ഇപ്പോൾ ഇടാൻ വേണ്ടി ഇച്ചിരി ഉപ്പ്, സവാള ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി. അതിനകത്തൊരു ശകലം നമ്മുടെ കപ്പലണ്ടി ഇല്ലേ, പീനൊക്കെ, ഒരു പിടി കപ്പലണ്ടി. അതിൻ്റെയൊക്കെ നട്ട്സ് ഇട്ടാൽ നല്ലതാണ്. അതിനനുസരിച്ച് കപ്പലണ്ടി ഇടുന്നുള്ളൂ. അത് കൊണ്ടൊന്നൊരു മൂപ്പിക്കുക. ആ ഉള്ളി മൂക്കുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റ്, അരിഞ്ഞു വെച്ച ബീൻസ് അതുകൊണ്ടിട്ട് ആ എണ്ണയ്ക്കകത്തൊന്നൊരു മൂപ്പിക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഒന്നര മൂപ്പിക്കുക. ആ തക്കാളി നല്ല സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ചൂടുവെള്ളം, ഈ വെള്ളം ഞാൻ ഈ കപ്പിന് ആ ഗോതമ്പെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് 1 കപ്പിന് 3 കപ്പ്. ഞാനിപ്പോൾ 2 കപ്പ് ഗോതമ്പെടുക്കുന്നതിന് 6 കപ്പ് വെള്ളം തിളപ്പിച്ച വെള്ളം അതൊഴിച്ച് ഒന്നുകൂടെ നല്ലതായിട്ട് തിളയ്ക്കണം. ഇത് നല്ലതായിട്ട് തിളയ്ക്കുമ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് പരുവത്തിൽ ഉപ്പ് ഇച്ചിരി ശകലം മുന്നോട്ട് നിൽക്കണം. ആ ഗോതമ്പിനോടുള്ള ഉപ്പ് വേണം. ഞാൻ ഇച്ചിരി ഉപ്പ് ഇടുകയാണേ, ഇച്ചിരി ഉപ്പ് ഇടാം. ഗോതമ്പിനോടുള്ള ഉപ്പ് വേണം. ഇത് നല്ലതായിട്ട് തിളയ്ക്കുമ്പോൾ സിമ്മേ വെക്കണം.
സിമ്മേ വെച്ചിട്ട് നമ്മുടെ അതേ കപ്പിന് വെള്ളമെടുത്ത അതേ കപ്പിന് 2 കപ്പ് ഗോതമ്പ്, 1 കപ്പ് ഇട്ടു. ചെറുതായിട്ട് നമ്മൾ മറ്റേ റവ ഉപ്പാണ്ടുന്ന മാതിരി ഇട്ടിട്ട് 2 കപ്പ് ഗോതമ്പിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കിയിട്ട് അത് നല്ലതായിട്ട് കട്ടയില്ലാതെ ഇളക്കി വെച്ച് കുക്കർ അടച്ചിട്ട് വെയിറ്റ് ഇടുക. എന്നിട്ട് ഒറ്റ വിസിൽ, 1 വിസിൽ മതി, ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ രാവിലത്തെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇതിന് നമുക്ക് വേണമെങ്കിൽ ചട്നി കൂട്ടാം, സാമ്പാർ കൂട്ടാം, ഒന്നും കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. വെജിറ്റബിൾസും എല്ലാം ഇട്ട് അങ്ങനെ ചൂടായിട്ട് കഴിക്കാം. ഇച്ചിരി തേക്ക ചട്നി കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്.